ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. സിറ്റ് ഔട്ടിലെ ഊഞ്ഞാലിൽ ഇരുന്നിട്ടുള്ള ഒരു മിഡ് നൈറ്റ് കോൺവെർസേഷനാണ് വീണ്ടും. ആദില നമ്മുടെ അക്ബറിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പറയുന്നത് ബിന്നിയുടെ ഹസ്ബൻഡ് ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, അതായത് കുറച്ചു നേരം മുമ്പ് അക്ബർ തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യം അതെടുത്തിട്ടാണ് പറയുന്നത്. എവിക്ഷന്റെ സമയമാകുമ്പോൾ നൂബിന്റെ കൂടെ ബിന്നിയെ ഇറക്കി വിടാനാണ് എന്നുള്ളൊരു കാര്യം. ഇത് വലിയ സംഭവമാക്കി ആദില ഒനീലിന്റെ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ലൈവില്. ശരിക്കും ഇത് മാത്രമൊന്നുമല്ല, ആദിലനെ കാണാനായിട്ട് ദിയാസനെ അല്ലാണ്ട് വേറെ ആരും ഫാമിലിയിൽ നിന്ന് വരില്ല എന്നുള്ള രീതിയിലൊക്കെ അക്ബർ ഒരു കോമഡി പറഞ്ഞിരുന്നു. അതിന്റെ പേരിൽ ആദില ഇന്ന് കരച്ചിലൊക്കെ ആയിരുന്നു. ഈ ഒരു സംഭവം പിന്നെ ബിന്നിയുടെ കേസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ആദില അക്ബറിനെ സാഡിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ശരിക്കും സാഡിസ്റ്റ് എന്നൊന്നുമല്ല, വേറെ പല രീതിയിലുള്ള കുറ്റങ്ങളും പറയുന്നുണ്ട് അക്ബറിനെ പറ്റി. ഈ രീതിയിൽ ഇങ്ങനെ സംസാരിക്കാനല്ലാതെ അക്ബറിന് വേറൊന്നും അറിയത്തില്ല, ഇങ്ങനെ കോമഡി പറഞ്ഞ് ഒരാളെ മനസ്സ് വേദനിപ്പിക്കാനല്ലാതെ വേറൊന്നും അറിയത്തില്ല. അപ്പൊ ഒനീല് പറയുന്നുണ്ട് അവൻ വെറും മൊണ്ണയാണ്, അവനൊരു വില്ലനൊന്നുമല്ല. ഏത് വകുപ്പിൽ അവൻ വില്ലനായി? ആര്യം വിളിച്ചായിരുന്നു വില്ലനാണെന്നൊക്കെ പറഞ്ഞ് ആര്യം വിളിച്ചായിരുന്നു. അപ്പൊ ഏത് വകുപ്പിൽ അവൻ വില്ലനായി എന്നൊക്കെ ഒനീല് ചോദിക്കുന്നുണ്ട്. കോമഡി പീസാണ്, സാഡിസ്റ്റ് ആണെന്ന് അതില പറയുന്നു. സാഡിസ്റ്റ് ഒന്നും അല്ല, ഇത് വെറും തറയാണ് എന്ന് ഒനീല് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിവരമൊന്നും ഇല്ല അവന്, പാട്ട് പാടുന്ന വിളിച്ചു നിർത്തി ഒരു വിവരവും ഇല്ലാത്തവനാണെന്ന് ഒനീല് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തില് എൻ്റെ ഒരു അഭിപ്രായം പറയാനാണെങ്കിൽ തമാശയും സീരിയസും തമ്മിലൊരു ബോർഡർ ലൈൻ ഉണ്ട്. ആ ബോർഡർ ലൈൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി നോക്കിയും കണ്ടും വേണം സംസാരിക്കാനായിട്ട്. അല്ലാത്ത പക്ഷെ അക്ബറിന് തുടക്കം മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലത്തെ പണികൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് പറയാനുള്ളത്. അത് അക്ബർ തുടക്കം മുതൽ തന്നെ ഇങ്ങനെയുള്ള പണി വാങ്ങിച്ചു കൂട്ടി ഇവിടം വരെ എത്തി നിൽക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ അക്ബറിന് വീണ്ടും വീണ്ടും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പണി. ആദിലയുടെ കേസിൽ ആദിലയ്ക്ക് ശരിക്കും മനസ്സ് വേദനിച്ച് ആദില അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അത് ആശ്വസിപ്പിക്കാനായിട്ട് എല്ലാവരും വട്ടം കൂടി നിന്ന് ആശ്വസിപ്പിക്കുന്ന കാഴ്ചയൊക്കെയാണ് ലൈവിനകത്ത് കണ്ടത്. അക്ബറും ആശ്വസിപ്പിക്കാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കിയും കണ്ടും സംസാരിക്കുക എന്നുള്ള ഒരു ബേസിക് ഒരു സെൻസാണ്. അല്ലാതെ നമുക്ക് വായി തോന്നുന്നത് പറയാനാണെങ്കിൽ നമുക്ക് എന്ത് വേണേലും പറയാമല്ലോ. അങ്ങനെ പറയാതെ നമ്മൾ നോക്കിയും കണ്ടും ലിമിറ്റ്സ് അനുസരിച്ച് സംസാരിക്കുക എന്നുള്ള ഒരു ഭയങ്കര വലിയ കാര്യമാണ്. അനീഷിനെയൊക്കെ കണ്ട് അക്ബർ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു.